യേശുവേ യേശു മക്കളെ അമ്മ പറഞ്ഞ അമ്മ അടുക്കളുണ്ടോ ചാ? എന്തൊരു ചാ വല്ലാത്തൊരു വല്ലായ്മ? പ്രശ്നം വല്ലതും ഉണ്ടോ? ഒന്നുമില്ലടേ. ഇതിന്റെ പൈസ ഉണ്ടോ? പൈസ അത് അച്ഛൻ തന്നതും പിന്നെ ട്യൂഷൻ സെന്ററിൽ നിന്ന് കിട്ടിയതും എല്ലാം കൂടെ ഒരു 1600 രൂപ റൗണ്ട് ചെയ്ത് കാണും. പോടാ, അതൊന്നും പോരാ. കുറച്ച് വലിയ എമൗണ്ട് വേണം. വലിയ എമൗണ്ട് എന്ന് പറയുമ്പോൾ എത്ര വേണോ ചാ? ഒരു 50,000 രൂപ വേണം. എത്ര? 50,000 രൂപ. ശിവ വാ നമുക്ക് പോയേക്കാം. പൊന്നച്ച, ഇതൊന്നും നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങൂല. പിന്നെ വേറൊരു കാര്യമുണ്ട്, അച്ഛൻ ഇപ്പൊ എന്താ പ്ലാൻ ചെയ്തുള്ള കാര്യം എനിക്ക് മനസ്സിലായി. ദയവ് ചെയ്ത് എന്നെ ഇതിലൊന്നും പിടിച്ച് വലിച്ചയച്ചളല്ലേ. ഇപ്പൊ തന്നെ മൊത്തത്തിൽ ബ്ലാക്ക് മാർക്ക് വീണ് കിടക്കുകയാണ്. എന്റെ സമയം ഒട്ടും ശരിയല്ല. ശിവ വാ. അവസ്ഥ അങ്ങനെ ആയി പോയടേ. നിങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞൊക്കെ നിന്നാ കേട്ടാ. അവസാനം അമ്മ ഞങ്ങൾ എടുത്തിട്ട് പെരുമാറാണ്ടിരുന്നാ മതി. പോയി വിളിച്ചോട്ടെ പോ. അച്ഛാ ഇപ്പൊ എന്തിനാണ് അച്ഛൻ ഇത്രയും കാശ്? പറയണേ, നീ പോ, വിളിച്ചിട്ട് വാ. അല്ല, കറക്റ്റ് കാര്യം പറ. അത് ആവശ്യം പറഞ്ഞാൽ അവൾ തരൂല. അതുകൊണ്ട് നമ്പർ മാറ്റി പ്രയോഗിക്കണം. കാരണം അവൾക്ക് തിരിച്ചു കിട്ടുന്ന പേടിയുണ്ട്. അച്ഛാ കറക്റ്റ് കാര്യം എന്തുവാ? അച്ഛൻ എന്ത് നമ്പർ അടിക്കാൻ പോണേ? അച്ഛൻ എന്ത് നമ്പറാ പറയാൻ പോണേ അമ്മ എടുത്ത്? അതൊക്കെ ഉണ്ട്. അത് നിങ്ങളെ പോയി അമ്മ വിളിച്ചോട്ടോ പോ. അച്ഛൻ വല്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത് പറഞ്ഞു. മുമ്പ് വന്നു നിന്നത് കണ്ടില്ല. എന്ത് മിണ്ടാണ്ടിരിക്കണത്? അല്ല എന്ത് മിണ്ടാണ്ടിരിക്കണത്? എനിക്ക് ഉണ്ടായിരുന്നൂടെ? അല്ല എന്തോ ഇത്ര നേരം എന്തോ ഇത് കഷ്ടമല്ലേ. എനിക്കിന്ന് വല്ലപ്പോഴെങ്കിലും ഉണ്ടായിരുന്നൂടെ ചേട്ടാ? എന്താ വല്ലു? ഹലോ അച്ഛാ, അച്ഛനപ്പോ അച്ഛൻ കുറച്ചു നേരം വന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. എന്ത് വല്ലു? അയ്യോ, വന്നപ്പോ നിന്നെ കണ്ടില്ല, അതുകൊണ്ട് വിളിപ്പിച്ചത്. ജംഗ്ഷനിൽ പെട്ടെന്ന് പോന്ന ആരും കണ്ടില്ലേ? ആരെയും കണ്ടില്ലടേ. പക്ഷെ അങ്ങനെ ആരെയും കാണാതെ വരാൻ വഴിയില്ലല്ലോ. പുതിയ വർക്കൊന്നും പിടിച്ചില്ലേ വാലു? ഈ ചെറിയ ചെറിയ വർക്കുകൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഇപ്പൊ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കമ്പനിയിൽ നിന്ന് ഒരു വർക്ക് കിട്ടി. അവരെ ഓഫീസാണ് ഇടിച്ചു പൊളിച്ച് നടക്കുന്നത്. ഇപ്പൊ അതിനെ റീകൺസ്ട്രക്ഷൻ ചെയ്യണം. അതാ ഈ മെയിൻ്റെനൻസ് വർക്ക് ഭയങ്കര പൈസ അല്ലേ? അത് ചെയ്തൂടെ? ഇനി പണിക്കാർ അങ്ങനെ ആത്മാർത്ഥമുള്ളവരെ കിട്ടണോ അല്ലേ? പണിക്കാരെന്ന് പറയുമ്പോ നമ്മുടെ നവാസങ്ങള് നല്ല രീതിയിൽ മാട് പോലെ പണിയെടുത്തോളും. ബാക്കിയുള്ളവരുടെ അവസ്ഥ എങ്ങനെയാ വെച്ചാൽ പണിക്കാരെന്ന് പറയുമ്പോ? എടാ, ഈ നമ്മളെ മാർത്താണ്ടത്തുള്ള തമിഴ് മേശ്ശേരി ഇല്ലടാ. ഓ, ഇനിയിപ്പോ ആ മാർത്താണ്ടത്തുള്ള തമിഴ് മേശ്ശേരി ആയിരിക്കും മധുര മീനാക്ഷി ക്ഷേത്രം പണിതെന്നങ്ങ് പറയും. അത് മാത്രല്ല, അച്ഛൻ പറഞ്ഞതാ അവിടുത്തെ പണിക്കാരൊന്നും പോരാന്ന്. എടാ, പണിക്കാര് തന്നെ. പക്ഷെ ഞാൻ കൂടെ നിൽക്കണ്ടേ, എന്നാലും ശരിയാവുള്ളൂ. ഉദാഹരണത്തിന് ഏറ്റവും ഞാൻ എന്റെ പൊന്നെ, ഇനിയിപ്പൊ അച്ഛൻ സൂപ്പർ ഹീറോ ആവണ കഥയൊന്നും കേൾക്കാനുള്ള ഇതില്ല. അപ്പൊ അമ്മ തൊട്ടൊന്ന് വാ. ചാക്കനെ കൊണ്ട് ഒരു നിവർത്തിയില്ല കേട്ടാ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നവാസേ, എടാ, ഞാൻ ജംഗ്ഷനിൽ വന്നല്ല, നിന്നെ വിളിച്ചല്ലേ? നീ ഒന്ന് ഫോൺ എടുക്കത്ത് ആണോ? അയ്യോ, നീ പറയാനെന്ത്? നോക്കട്ടാ, ഞാൻ നോക്കാം. ശരി ഓക്കേടാ. ലച്ചുവിനെ എപ്പോഴാ അമ്മ കുഴപ്പമെന്ന് പറഞ്ഞ? നാളെ വരാന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു വേണ്ട, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി. അവർക്കൊരു സന്തോഷം അവിടെ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നിൽക്കുമ്പോഴേ. തക്കാളിയൊക്കെ ചീഞ്ഞതാട്ടാ. വേറെ എടുത്ത് അതെന്തിനാ എടുക്കണം? അത് മാറ്റി. അല്ല, അത് പറഞ്ഞൊക്കെ ശരിയാണ്. പക്ഷെ അവള് ഇവിടെ ഇല്ലാത്തോണ്ട് എന്തോ പോലെ. അത് ശരിയാണ്. എന്ത് നോക്കണത്? എന്ത് നോക്കണത്? തൈരുണ്ടോ? തൈര് ഇരിക്കണോ? തൈര് മേടിച്ചു വെച്ചായിരുന്നോ? ഞാൻ വാങ്ങിച്ചു വെച്ചില്ല. ഞാനും മേടിച്ചു വെച്ചില്ലല്ലോ. മേടിക്കാതെ എങ്ങനെ തൈരുണ്ടാവണം അതിനകത്ത്? പാലിരുന്ന് അകത്തിരുന്ന് പിരിഞ്ഞ് തൈരാവണമെങ്കിലാ. അതെന്തിരിക്കണ പാല് തന്നെ തൈരാകോ? പുറത്തെടുത്ത് വെച്ച് ഉറവൊഴിച്ചാലേ തൈരാവുള്ളൂ. ആണോ? ആ ഫ്രിഡ്ജിൽ കോൾഡ് ആയിട്ട് ഇരിക്കല്ലേ. അപ്പൊ എങ്ങനെ അല്ല തണുത്ത അങ്ങനെ തൈരാവില്ലല്ലോ. ഈ പൈസ ഉണ്ടാക്കുമ്പോഴേ സേവ് ചെയ്യണമെന്ന് വിചാരിക്കും. അഥവാ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ചോദിക്കും എടുത്ത് കൊടുക്കും. ഇപ്പൊ എന്താ ഓട്ടം. നമ്മളെ കയ്യിൽ സമ്പാദ്യമൊന്നുമില്ല. നിങ്ങളെന്തിനാ ഇപ്പൊ ഓടണത്? പൈസക്ക് കിടന്ന് ഓടണമെന്ന്. അതിപ്പോ ആരാ ഓടാത്തത്? ഈ ചെറിയ വർക്കുകളൊക്കെ എടുത്ത് കൈ തന്നിട്ട് പെട്ടെന്ന് പണി തീർക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? പൈസ വേണ്ടേ? ആദ്യം അല്ലെങ്കിൽ 1 ലക്ഷം 50,000 ഒക്കെ എടുത്ത് കൈ തരണം. അപ്പൊ ഞാൻ പണി തീർത്തിട്ട് ബില്ല് കൊടുക്കുമല്ലോ, അതിന്റെ കൂട്ടത്തിൽ പൈസ കൊടുക്കുമല്ലോ. ഇത് അങ്ങനെ തന്നെ. എഞ്ചിനീയർ അങ്ങനെ ചെയ്യുന്നില്ല. ഇവിടെയാണെങ്കിൽ പച്ചക്കറി തരുന്നു. ഞാൻ പോയി വാങ്ങണ?
ഇതൊക്കെ പറഞ്ഞു ജയിക്കണോടാ. പോയി ചെയ്യണ്ടേ ഇതൊക്കെ അറിഞ്ഞു തന്നെ. ആ ഞാനാണെങ്കിൽ മുൾമുന നിൽക്കുകയാണ്. ഞാനാണ് കുന്തത്തിന്റെ മുകളിൽ നിൽക്കണത്. നീ എന്തിനു കുത്തത്തിന് മോള് കറിയിക്കണത്? നിങ്ങൾ എന്തിനാ മുൾമുനെ നിൽക്കണേ? നിങ്ങൾക്കൊന്നും കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛാ എന്താ അച്ഛാ ചാച്ചൻ ഇങ്ങനെ മരുന്ന് മറക്കുമോ ഇങ്ങനെ കൈവിട്ട് എങ്ങനെ അച്ഛാ? കുറേ വർക്ക് കയ്യിൽ നിന്ന് പോയടേ. ഇപ്പം അച്ഛനിപ്പോ എത്ര രൂപ ആവശ്യം? എടാ ഇപ്പൊ 1 ലക്ഷം വേണം. 50,000 അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഇനി ഒരു 50,000 കൂടെ കൂടിയേ തീരൂ. ഈ മാസം വാടക നേരത്തെ കൊടുക്കണം. ആ കഴിഞ്ഞ മാസം കൊടുത്തപ്പോഴേ ഭയങ്കര ലേറ്റായി. അപ്പം ഇപ്രാവശ്യം നേരത്തെ എങ്കിലും കൊടുക്കണ്ടേ? അയ്യോ എൻ്റെ ആണ് ഈ മാസം ലേറ്റ് ആയിട്ട് എൻ്റെ സാലറി വീഴുള്ളൂ. നീ മുഴുമുഴനാണോ? ഈ നമ്മൾ ഈ അത്യാവശ്യ കാര്യമൊന്നും പറഞ്ഞിട്ട് സിദ്ധുവിൻ്റെ അടുത്ത് പൈസ ചോദിച്ചാലേ അവൻ തരും. പക്ഷെ അത് മോശമല്ലേ, എത്രയൊക്കെ പറഞ്ഞാലും നമ്മളെ ചെറുക്കൻ തന്നെ. പക്ഷെ നമുക്കൊരു മര്യാദ കിട്ടില്ല അല്ലേ? പിന്നില്ലേ നമ്മള് പൂജിത പോവില്ലേ? നമ്മൾ പൂജയാവുന്ന നമ്മള് പൂജയാവുന്നല്ല, നമ്മുടെ പൂജിത, നമ്മുടെ ഒരു മാന്യത, നമ്മുടെ ബഹുമാനം പോകുന്ന്. ഓ പൂജ്യത അങ്ങനെ. ഇല്ലേ അച്ഛാ, അങ്ങനല്ലേ? ആ എടാ നീ ജയശ്രീ പോകുമ്പോ ഒന്ന് പറയണേ. എന്താ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഓ സാധനം ഇറക്കാൻ പണിയും ചെയ്യിക്കാം, പക്ഷെ പണിക്കൂലി വേണ്ടേ? അച്ഛൻ പണി പെട്ടെന്ന് കഴിഞ്ഞാലേ ബില്ല് മാറിയ പൈസ പെട്ടെന്ന് കിട്ടുമോ? പിന്നെ 1 മാസം പൈസ കിട്ടും. അടുത്ത മാസം അച്ഛൻ വരുമെന്ന് കുറച്ച് ദിവസം നിൽക്കാനായിട്ട്. ആ അത് പൊളിച്ച്. എന്ത് പറയാനെന്ന് പറ. പൈസ വരുമ്പോൾ എല്ലാം കൊണ്ടങ്ങ് വീട്ടിൽ തട്ടും. ഇപ്പൊ താൻ നെട്ടോട്ട് ഓടും. 50,000 നിസ്സാരമൊന്നുമല്ല, കയ്യിൽ വരാൻ പെടണ പാടേ. ലക്ഷം ഉണ്ടായിരുന്നെങ്കിലേ പൈസ എങ്ങനെ കിട്ടിപ്പോയാനെ? പണിയൊക്കെ പെട്ടെന്ന് തീർന്നേനെ. പക്ഷെ അവളുടെ വാചകം സഹിക്കാനാണ് ഭയങ്കര പാടാണ്. ഡാ നീ ഇടയ്ക്കൊന്ന് കുഴിപ്പള്ളത്ത് പോണേ. ഓ ആ ഞാൻ ഒന്ന് പറയണ അവള് വേറെ എന്തോന്ന് വളരെ വൈകിട്ട് നോക്കിക്കൊണ്ടിരിക്കണേ. പോ അങ്ങോട്ട്.